അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞ തല്ലിയോ? ഇല്ല, തല്ലിയ ഞാൻ വെറുതെ പോരുവോ? നമ്മള് സമരം ചെയ്യുമ്പോ സമരത്തിന്റെ കൊഴുപ്പ് കുറയ്ക്കാൻ ആ കള്ള ചാണ്ടി എന്നെ തല്ലിയെന്നൊക്കെ പറയും. അയാൾ എന്നെ തല്ലും എന്ന് ഭീഷണിപ്പെടുത്തി, അത്രയേ ഉള്ളൂ. ചാക്കോ മലയാളിയെ തല്ലിയെന്ന് പറഞ്ഞാൽ അതിന്റെ ക്ഷീണം ഞങ്ങൾക്കൂടാ. കറക്റ്റ്, നീയാണ് വർഗബോധമുള്ള തൊഴിലാളി. വർഗബോധമുള്ള ഒരു മുതലാളി എന്നല്ലേ ഞങ്ങൾ കാര്യങ്ങൾ പഠിക്കുന്നത്. ദേ, എല്ലാരും കേൾക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഇന്ന് മുതൽ നിങ്ങൾ ആരും എന്നെ മുതലാളി എന്ന് വിളിക്കരുത്. ഞാനും നിങ്ങളെ പോലെ ഒരു സാധാ തൊഴിലാളി മാത്രം. എന്തിനും ഏതിനും നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവണം. ഉണ്ടാവും, ഞങ്ങൾക്ക് ഇതല്ലാതെ വേറെ പണിയില്ലല്ലോ. ഉള്ള പണി പോകാതിരിക്കണമെങ്കിൽ തോട്ട ഉടമകളുടെ അനീതിക്കെതിരെ സംഘടിക്കണം, പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കണം, തുരിശടിക്കാൻ വരുന്ന ഹെലികോപ്റ്ററിനെതിരെ നെഞ്ചു വിരിച്ച് നിൽക്കണം. എക്സ്ക്യൂസ് മീ, which is the way to Injakaran Estate? അതെ, കുഴിയാ, മനസ്സിലായില്ല. The way to Injakaran. അപ്പാച്ചി, ഇത് നിന്റെ ഗോവയും മൽഗോവയും ഒന്നുമല്ല. ഇഞ്ചക്കാട എസ്റ്റേറ്റിലേക്കുള്ള വഴി മലയാളത്തിൽ ചോദിച്ചാൽ അവര് പറഞ്ഞു തരും അല്ലേ? സാറന്മാരെ കണ്ടിട്ട് CBI ഇങ്ങണ്ടായസാണെന്ന് തോന്നുന്നു. ഇഞ്ചക്കാട്ടേക്ക് ഇവിടുന്ന് 1.5 കിലോമീറ്റർ പോയാൽ മതി. വേണ ആരെങ്കിലും കൂടെ അയക്കാം? വേണ്ട, താങ്ക്സ്. നമ്മൾ ആരാ പറഞ്ഞേ? പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലല്ലേ? പറഞ്ഞില്ലെങ്കിൽ എന്തിനാ വന്നെന്ന് മനസ്സിലായി. ആ ചാണ്ടി മുതലാളിയുടെ കയ്യിൽ ഇഷ്ടംപോലെ കള്ളപ്പള്ളമുണ്ട്. അയാൾ അത് 500ന്റെ നോട്ടാക്കി ചാക്കി കെട്ടി ബാത്റൂമിൽ കുഴിച്ചിട്ടിരിക്കുക. അതാരാ? ഞങ്ങൾ വാസ്കോഡി ഗാമ അഗ്രോ ഏവിയേഷൻസിന്റെ ഗ്രൗണ്ട് എഞ്ചിനീയേഴ്സാ. മനസ്സിലായില്ല. അത് ഹെലികോപ്റ്റർ തുരിശടിക്ക് മേൽനോട്ടം വഹിക്കാൻ വന്നവരാ. വണ്ടി സാറന്മാരെ പോകരുത്. കഴിഞ്ഞ പ്രാവശ്യം കൽക്കട്ടന്ന് തുരിശടിക്കാൻ വന്ന ഹെലികോപ്റ്ററെ ഇഞ്ചക്കാട്ട് ഇറങ്ങിയപ്പോ പാതി മണ്ണി പൊതഞ്ഞു പോയി. പിന്നെ വടം കെട്ടി ഞങ്ങളെ കൂടെ പൊക്കിയെടുത്തേ. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ആദ്യം. അത് മാത്രമല്ല, തുരിശടിച്ച ശേഷം ആ പാവങ്ങൾ ശമ്പളം ചോദിച്ചപ്പോ ആ ചാണ്ടി മുതലാളി ഗുണ്ടകളെ കൊണ്ട് തല്ലിക്കുകയും ചെയ്തില്ല. കർത്താവാണ് സത്യം. അവര് പിന്നെ ശമ്പളം ചോദിച്ചു, ചാണ്ടി മുതലാളി കൊടുത്തില്ല. ഹെലികോപ്റ്റർ കത്തിച്ചു. അവസാനം അവന്മാർക്ക് മടങ്ങിപ്പോകാൻ ഞങ്ങളാ അല്ല നാട്ടുകാരാ വണ്ടിക്കൂലി പിരിച്ചു കൊടുത്ത്. സംശയം ഉണ്ടോ ചോദിച്ചോ? ഇല്ലയോടാ? അതെ. എന്താ ചേട്ടന്റെ പേര്? ഇടവഴിയിൽ ഇട്ടു ചാക്കോ. തുരിശടിക്കാരനാണല്ലേ? അതെ. സാറിന് എങ്ങനെ മനസ്സിലായി? അതെ, ഞങ്ങളോടുള്ള അമിതമായ സ്നേഹവും ആത്മാർത്ഥതയും കണ്ടപ്പോ മനസ്സിലായി. വണ്ടിറോ സാറന്മാരെ. അതെ, എന്റെ കർത്താവ്, തുരിശടിക്കാൻ വന്നവരല്ല, എന്റെ നെഞ്ചി കുരിശടിക്കാൻ വന്നവരാ.